ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെതിരെ ഇഡി നൽകിയ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് നടപടികൾ തുടരാം. മജിസ്ട്രേറ്റ് കോടതി നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, തുടർച്ചയായി ഇഡി സമൻസ് അയച്ചിരുന്നുവെങ്കിലും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ഇതേ തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. എന്തായാലും കെജ്രിവാൾ നേരിട്ട് ഹാജരാകേണ്ടി വരുമല്ലേ? തീർച്ചയായിട്ടും പ്രവിത, കാരണം ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട തുടർച്ചയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സമൻസ് നൽകിയിരുന്നു. പക്ഷേ ഈ സമൻസുകളെല്ലാം അവഗണിച്ച ഘട്ടത്തിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കോടതിയെ സമീപിക്കുന്നത്. തുടർന്ന് ഈ ചോദ്യം ചെയ്യലിന് അതിൽ യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നായിരുന്നു ഇഡിയുടെ വാദം. അങ്ങനെയാണ് മജിസ്ട്രേറ്റ് കോടതി നേരിട്ട് ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശം കേജ്രിവാളിന് നൽകുന്നത്. ആ നിർദ്ദേശം അനുസരിച്ച് നാളെയാണ് ആ ദിവസം. പക്ഷേ ഇതിനു മുൻപായിട്ടാണ് ഡൽഹി കോടതിയെ, സെഷൻ കോടതിയെ അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അതായത് ഇഡി നൽകിയ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന കേജ്രിവാളിന്റെ ആവശ്യം അത് ഡൽഹി കോടതി തള്ളിയിരിക്കുന്നു. ഇളവുകൾക്കായി വിചാരണ കോടതിയെ സമീപിക്കാമെന്നുകൂടി കോടതി പറയുകയുണ്ട്. എന്തായാലും ആ ഒരു കേജ്രിവാളിന്റെ ആവശ്യം അതിപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. നാളെ നേരിട്ട് ഈ ഒരു നടപടിയിൽ നാളെ നേരിട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഹാജരാകേണ്ടി വരും. കവിത. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് കെ കവിത അറസ്റ്റിലായിരിക്കുകയാണ്. ഹൈദരാബാദിൽ കവിതയുടെ വസതിയിൽ ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ്.